ശരി, സമഗ്രമായ അന്വേഷണം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൂടി ഉണ്ടാകാൻ പോകുകയാണ്. ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കരൂർ ദുരന്തം അന്വേഷിക്കാൻ CBI. സുപ്രീം കോടതി കേസ് CBIക്ക് വിട്ടു. സുപ്രീം കോടതി മുൻ ജഡ്ജി അജയ് റസ്തോഗിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. തമിഴ്നാടിന് പുറത്തുള്ള 2 IPS ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരായിരിക്കണം കേസ് അന്വേഷിക്കേണ്ടതെന്നും ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, കരൂർ ദുരന്തത്തിൽ DMK സർക്കാരിന്, തമിഴ്നാട് സർക്കാരിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം TVKയുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. വിവരങ്ങൾ. മദ്രാസ് ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകളിലെ വിധിയിൽ വൈരുദ്ധ്യമുണ്ട്. ഒപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായ ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ്. TVKയിലെ മുതിർന്ന നേതാക്കളാണ് ഈ കേസിലെ പ്രതികളെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയും വിജയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുവാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും TVK സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലെ പ്രധാന വാദങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കോടതിയിൽ ചില വാദപ്രതിവാദങ്ങളും മറ്റും നടന്നിരുന്നു. ഇന്നിപ്പോൾ കേസ് പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയത് സുതാര്യമായ അന്വേഷണം അത് ഏത് പൗരന്റെയും അവകാശമാണ്. അതുകൊണ്ട് CBI അന്വേഷണത്തിൽ തെറ്റില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഈ CBI അന്വേഷണം എന്ന ആവശ്യത്തെ എതിർത്തിരുന്നു. എന്നാൽ തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. CBI അന്വേഷണം വേണ്ടെന്ന ആവശ്യം, തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് ഒരു വിരമിച്ച ജഡ്ജി അജയ് റസ്തോഗിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചത്. നേരത്തെ തന്നെ ഈ ഹർജിയിലെ പ്രധാന ആവശ്യം വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സുതാര്യമായ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് TVK ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയതിൽ സർക്കാരിന്, പോലീസിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച അത് TVKയുടെ പാർട്ടിയുടെ നേതാക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും TVK ആരോപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സുതാര്യമായ അന്വേഷണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാകും ഈ അന്വേഷണത്തെ നിയന്ത്രിക്കുക, അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും TVKയുടെ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതായത് ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ വളരെ കൃത്യമായി ഈ DMK സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. ഈ അരമണിക്കൂർ ഈ പരിപാടി നടക്കുമ്പോൾ എന്തുകൊണ്ട് പവർ കട്ട് ചെയ്തു? അങ്ങനെ അരമണിക്കൂർ അവിടെ ഇരുട്ടിലാഴാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇത്തരത്തിൽ DMK സർക്കാരാണ്, അവർ ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളാണ്. മാത്രവുമല്ല, വളരെ കൃത്യമായ ഇന്റലിജൻസ് വീഴ്ച, ഇത്രയധികം ആളുകൾ തടിച്ചുകൂടിയിട്ടും അവിടെ ഒരു അപകടമുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് പോലും പുറപ്പെടുവിക്കാൻ സർക്കാരിനായില്ല. അപ്പോൾ ക്ഷണിച്ചു വരുത്തിയ ദുരന്തം എന്നതുപോലെ DMK സർക്കാരിന് മേലും ചില സംശയങ്ങളൊക്കെ വളരെ കൃത്യമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് CBI അന്വേഷണം ആ ഘട്ടത്തിൽ തന്നെ TVKയും അതുപോലെ BJPയും ഒക്കെ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിപ്പോൾ സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. നന്ദൻ. നീലിമ, തീർച്ചയായിട്ടും ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്, പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്നതിൽ വലിയ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വീഴ്ചയെന്ന് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് മനഃപൂർവ്വമായി വരുത്തിയ ചില പിഴവുകളാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള വിലയിരുത്തലുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് NDAയുടെ പ്രതിനിധി സംഘം ഈ മേഖലകൾ സന്ദർശിച്ചിരുന്നു. CBI അന്വേഷണം അടക്കം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതും നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ഗുരുതരമായ മനഃപൂർവ്വമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ബോധ്യപ്പെട്ടത്. അതായത് പോലീസ് ഇതിന് അനുമതി നൽകിയത് വലിയ ക്രമക്കേടിലൂടെയാണ്. ഈ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ താരം, അതിനപ്പുറം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവിടെ വലിയ രീതിയിൽ ജനങ്ങൾ തമ്പടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 10,000 കണക്കിന് അവിടെ വിജയിയുടെ ആരാധകർ തമ്പടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ഉണ്ടായില്ല. ഇതുവരെയായും വിജയ് നടത്തിയ പരിപാടികളിൽ അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തിരുച്ചിറപ്പള്ളിയിൽ അടക്കം നടത്തിയ പരിപാടികളിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് ധാരണയുള്ളതാണ്. രഹസ്യാന്വേഷണ വിഭാഗം ഒരുപക്ഷെ പോലീസിന് റിപ്പോർട്ട് നൽകി കാണും. പോലീസ് ആ റിപ്പോർട്ടിന്മേൽ കണ്ണടച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അവിടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാകില്ല. അങ്ങനെ ദുരന്തം ഉണ്ടായില്ലായിരുന്നുണ്ടെങ്കിൽ അത് TVK എന്നുള്ള പാർട്ടിക്ക് വലിയ നേട്ടമായിരുന്നു. സ്വാഭാവികമായും TVKയുടെ നിറം കെടുത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നുള്ള ഏറ്റവും ഗൂഢമായ ഉദ്ദേശമുള്ളത് അത് ഭരണകക്ഷിയായ DMK-ക്കാണ്. സ്വാഭാവികമായും അവർക്ക് പക്കലുള്ള ആയുധം പോലീസാണ്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ആരോപണങ്ങളായി പ്രധാനമായും ഉയരുന്നത്. ഇത് സുപ്രീം കോടതിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഒപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴും ഈ വിധിന്യായത്തിലും മറ്റും ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഒരു പ്രത്യേക അന്വേഷണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വിരമിച്ച ജഡ്ജിയും ഒപ്പം തന്നെ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരും, IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനടക്കം 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വളരെ വിശദമായുള്ള അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി.